പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ നാവ് വളരെ ചെറിയ ഒരവയവമാണ്. എന്നാൽ നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുകയാണ്. നാം നമ്മുടെ നാവ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. എന്നാൽ അതേ നാവ് കൊണ്ട് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നിന്ദിക്കുകയും കുറ്റം വിധിക്കുകയും ശപിക്കുകയും നാം ചെയ്യുന്നുണ്ട്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് ചോദിക്കുകയാണ്: അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ എന്ന്. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ നാവിനെ നാം പല വിധത്തിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരെ കുറ്റം വിധിക്കാനും പരദൂഷണത്തിനും നിന്ദിക്കുവാനും ശപിക്കുവാനും എല്ലാം വൻപ് പറയുവാനും നാം നമ്മുടെ നാവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നാം ഓർത്തിരിക്കേണ്ട തിരുവചനമാണ്: മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ കണക്ക് കൊടുക്കേണ്ടി വരും എന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത് എന്ന് തിരുവചനം പറയുന്നുണ്ട്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദുശ്ചിന്തകളും വെറുപ്പും വിദ്വേഷവും അഹങ്കാരവും നാം സൂക്ഷിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവരിലെ നന്മകൾ കാണാൻ നമുക്ക് കഴിയാതെ വരുന്നത്. അവരെ വിമർശിക്കുവാനും അവരെ കുറ്റം വിധിക്കുവാനും എല്ലാം ശ്രമിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. മറ്റുള്ളവരിൽ നാം കാണുന്ന കുറ്റങ്ങളെക്കാൾ കൂടുതൽ കുറ്റങ്ങൾ നമ്മളിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. തിന്മകളും കുറവുകളും നിറഞ്ഞിരിക്കുന്ന നാം മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്: നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് ഈ ദുഷിച്ച ഹൃദയവും പേറി നടക്കുക എന്ന്. ജോയൽ 2:13 കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്: നിങ്ങളുടെ ഹൃദയമാണ്, വസ്ത്രമല്ല കീറേണ്ടത്. പിന്നെ മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യവുമുള്ളതും ദുഷിച്ചതുമാണെന്ന് കർത്താവ് കണ്ടു. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ കീറി മുറിച്ച് മാലിന്യങ്ങളെ നീക്കം ചെയ്ത് ഹൃദയം നിർമ്മലമാക്കാൻ കർത്താവ് നമ്മോട് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ, മനോഭാവങ്ങളിൽ എല്ലാം മാറ്റം ഉണ്ടാകണം. നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചാൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരിൽ നന്മ കാണുവാനും നല്ലത് പറയുവാനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ഹൃദയം നിർമ്മലമായി മാറും. ജെറമിയ 15:19 തിരുവചനം പറയുന്നു: വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും. സങ്കീർത്തകൻ പറയുന്നു: തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന്. അതിനാൽ നമ്മുടെ വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മറ്റുള്ളവരെ കുറ്റം വിധിക്കാതെ നാവിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ തന്നെ കുറ്റങ്ങൾ മനസ്സിലാക്കി, കുറവുകൾ മനസ്സിലാക്കി അവ പരിഹരിക്കുവാനാണ് നാം അനുദിനം ശ്രമിക്കേണ്ടത്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് നന്മകൾ ചെയ്യുവാനും നമ്മുടെ ഹൃദയത്തെ നാം ഒരുക്കിയെടുക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.